ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മൾ ഒരു Q&A വീഡിയോയിലേക്കാണ് പോണേട്ടാ. ഒരു Q&A ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, രണ്ട് Q&A ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഓരോ വീഡിയോസിന് വരുന്ന കമന്റ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കൊന്ന് ആൻസർ ചെയ്യാന്ന് വിചാരിച്ചു. കുറേ ഉത്തരങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിട്ട്. അപ്പോ വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ നമുക്ക് Q&Aയിലത്തെ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോസിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടാ. അപ്പൊ ആദ്യം തന്നെ Q&Aയിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർദ്ര സുനിലാണ്. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ന്യൂ ഹെയർ സ്റ്റൈൽ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ലൈവ് മിസ് ചെയ്യുന്നുണ്ട് ട്ടാ. എല്ലാവരോടും അന്വേഷണം പറയണട്ടാ. ലവ് യു. കുറെ ഹാർട്ട് ഉണ്ട്. നമശിവിന്റെയും ജാനുവിന്റെയും പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? ഹായ് ആർദ്ര, എല്ലാവർക്കും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പെട്ടി കാണണല്ലേ, അത് തന്നെയാണ് അടുത്തൊരു ഇതെന്ന് പറയാനുള്ളത്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്ലാനിങ്ങും അതിന്റെ ഷോപ്പിംഗും ഒക്കെ ആയിട്ട് നടക്കാണ് ഇപ്പോ. പിന്നെ എനിക്ക് ലൈവ് വരാൻ പറ്റണില്ല. എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനും ഒരുപാട് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇരിക്കണ കാരണം കൊണ്ട് എനിക്ക് ലൈവ് വരാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടുന്നില്ല. പിന്നെ ലൈവ് എനിക്ക് വരാൻ ഇഷ്ടമാണ്, നിങ്ങളോടൊക്കെ സംസാരിക്കുക. അതാണ് ഞാൻ ഇപ്പൊ Q&A ഇടാൻ കാരണം. പിന്നെ എന്തോ ലൈവ് വരാൻ അങ്ങോട്ട് ടൈം കിട്ടണില്ല. പിന്നെന്താ ചോദിച്ചേക്കണേ? മെസ്സേജ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും അന്വേഷണം പറയാട്ടാ. നംശിന്റെയും ജാനുവിന്റെയും പഠിപ്പൊക്കെ നല്ല രീതിയിൽ പോണു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ. അപ്പൊ ആർദ്രയുടെ കഴിഞ്ഞു. ഇനി അനീഷ, ഈ അടുത്ത് ചേച്ചിയുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്, ഇപ്പൊ ഫസ്റ്റ് മുതൽ വീഡിയോസ് കാണലാണ് പരിപാടി. ഒരു ചോദ്യമല്ല, ഒരു കമന്റ് ആണ്. താങ്ക് യു അനീഷ. വീട് എവിടെയാന്ന്? തൃശ്ശൂര്, നെല്ലായി. പിന്നെ ക്ലീനിങ് റുട്ടീൻ പറയാമോ ചേച്ചി? ക്ലീനിങ് റുട്ടീനൊക്കെ മിക്ക വീഡിയോസിലും ഞാൻ പറയുന്നതല്ലേ. ക്ലീനിങ് റുട്ടീൻ എന്ന് വെച്ചാൽ ഞാനൊരു 5 മണിക്ക് എഴുന്നേൽക്കും. മക്കള് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും കുക്കിങ്ങും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ ഏകദേശം കഴിയും. പിന്നെ ഇവിടെ താഴത്തെ ഫ്ലോർ ക്ലീനിങ് ഒക്കെ റോബിക്കുട്ടനാ ചെയ്യണേന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഈ മാറാലടിക്കല് കാര്യങ്ങൾക്ക് ഞാൻ ആഴ്ചയിൽ അല്ലെങ്കിൽ മന്ത്ലി ഇടയ്ക്കൊക്കെ ആയിട്ട് ഒരു ചേച്ചീനെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കും. പണ്ട് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നത് കേട്ടാ. മുമ്പ് ഞാനും മക്കളും എല്ലാ ആഴ്ചയിലും ക്ലീനിങ് തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് പ്രൊമോഷൻസും ഒരുപാട് വർക്കുകളും ഒരുപാട് ഷൂട്ടുകളും ഒക്കെ വരുന്നത് കൊണ്ട് മാത്രം ഇപ്പൊ ടൈം കിട്ടാറില്ല. അപ്പൊ നമ്മൾ വീട് ഭംഗിയിൽ ഇരിക്കണ്ടേ? നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വീട് പണിതിട്ട് അത് വൃത്തികേടാവാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ചേച്ചീനെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്ലീനിങ് റൂട്ടീൻ എന്ന് പറഞ്ഞ വേറെ എന്താ പറയാനുള്ളത്? പിന്നെ ചെടികളുടെ സംരക്ഷണമാണ്. ചെടികളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മഴയാണല്ലോ, അപ്പൊ കുറെ ചെടികൾ നാശമായി പോകുന്നുണ്ട്, പുതിയത് വെക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. പുറത്തെ ക്ലീനിങ് എങ്ങനെയാന്ന് വെച്ചാൽ മുമ്പ് അതും ഞാനും കുട്ടികളും കൂടി തന്നെ ചെയ്യാറ്. നിങ്ങൾ വ്ളോഗുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും മുമ്പത്തെ. ഇപ്പൊ എനിക്ക് അതിന് സമയം കിട്ടണില്ല, ഒരുപാട് ടൈം വേണം അത് മൊത്തം ക്ലീൻ ചെയ്യാൻ. അപ്പൊ അതിനും ഇതുപോലെ ആരെങ്കിലും കൊണ്ടും ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ വീട്ടിലും പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നു കേട്ടാ. അങ്ങനെയാണ് ക്ലീനിങ്ങിന്റെ കാര്യങ്ങൾ പോകുന്നത്. റോബോട്ടിക് വാക്യൂം ക്ലീനർ ഉണ്ട് ഇവിടെ, അതാണ് റോബിക്കുട്ടൻ എന്ന് ഞാൻ പറയണേ. അപ്പൊ എല്ലാ ദിവസവും റോബിക്കുട്ടനെ മാപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ആളിറങ്ങി ക്ലീനിങ് ചെയ്യും. മെയിൻ ആയിട്ടുള്ള ക്ലീനിങ് ആളാണ്. പിന്നെ കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാപ്പ ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ പാത്രം കഴുകാനൊക്കെ നംശു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടാ. ജാനു നംശു ഒക്കെ പാത്രങ്ങളൊക്കെ കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യൂട്ടാ. അങ്ങനെയാണ് ക്ലീനിങ്. പിന്നെ എപ്പോഴാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? നിങ്ങളുടെ ഫാമിലി സൂപ്പറാ, വീഡിയോസ് കാണാറുണ്ട്, സൂപ്പറാ. മക്കൾ എത്രയിലാണ് പഠിക്കുന്നത്? പിന്നെ എൻ്റെ മക്കൾക്ക് ഒരു ഹായ് പറയാമോ? ഹസീനയുടെ കുട്ടികൾക്ക് ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2014 2014 ജനുവരിയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്, 12-ാം തീയതി കേട്ടാ. പിന്നെ ഇപ്പൊ ഒരു 12 വർഷമായി. കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഫാമിലി സൂപ്പറാന്ന് വെച്ചാൽ ഞങ്ങള് തല്ലുകൂടണതും വിഷമിക്കണതൊന്നും എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ വീഡിയോ എടുത്തിടലുണ്ടാവില്ല. അപ്പൊ നമ്മള് എല്ലാ ദിവസവും വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരല്ല, നമ്മൾ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഓരോ ദിവസങ്ങളിലായിട്ട് ഇടുകയാണ്. അപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രമാണ്. ചിലപ്പോ നമുക്ക് ചില സങ്കടങ്ങളും വിഷമങ്ങളും അതുപോലെ ടെൻഷൻസ് ഒക്കെ ഉള്ള ദിവസങ്ങളും ഉണ്ട്.
അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യാറില്ല. ഒരുപാട് പേഴ്സണലി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. അപ്പോ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി ട്ടാ. അപ്പോ ഇതില് വന്നിരിക്കുന്നത് ഇത്ര ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തൊരു വേറൊരു Q&A ഉണ്ടായിരുന്നു, അതിൽ വന്നിരിക്കുന്നത് നോക്കാം. ആ ആര്യ 1 2 3 4 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആര്യ നമുക്ക് നോക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനുള്ള മോട്ടിവേഷൻ, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് Q&Aയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ണാടിയുടെ മുമ്പിലിരിക്കുന്ന കാരണം ഇടയ്ക്ക് ഞാൻ എന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടാ. ഇതെന്താ, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ അത് ഞാൻ തന്നെയാണ്. എനിക്കങ്ങനെ പുറത്തുനിന്ന് മോട്ടിവേഷൻ എടുക്കണ പരിപാടി ഇല്ല, ഞാൻ തന്നെയാണ്. ഞാൻ കുറച്ച് സെൽഫ് ലവിന്റെ ആളാണ്. അത് പണ്ടായിരുന്നില്ല, കുറെ കാര്യങ്ങൾ, കുറെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി നമുക്ക് നമ്മുടെ കാര്യം കൂടി നോക്കണം എന്ന് തോന്നി. അങ്ങനെ സെൽഫ് ലവ് ആണ് ഇപ്പൊ മെയിൻ പരിപാടി. ഇപ്പൊ ഈ ലോകത്ത് നമ്മൾ വിചാരിക്കും ഓരോ ലഹരികള്, അതുപോലെ നമ്മുടെ പ്രണയം, ഇതിലൊക്കെയാണ് ഒരു എന്താ പറയാ, നമ്മൾ അങ്ങനെ അങ്ങോട്ട് അഡിക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് കണ്ണ് കാണാൻ പറ്റില്ല. ഇപ്പൊ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കണ്ണും മൂക്കൊന്നും ഇല്ല എന്ന് പറയില്ലേ, അതുപോലെയുള്ള ഒരു ഇത് സെൽഫ് ലവിലും ഉണ്ട് കേട്ടോ. നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലെവലിൽ എത്താൻ പറ്റും. അപ്പൊ ഇപ്പൊ ഞാൻ ആ ഒരു ലെവലിലാണ്. ഞാൻ അൺകണ്ടീഷണലി എന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നെ കാണാണ്ടാവോ? അപ്പോ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ ഈ വീട് പണി കഴിഞ്ഞപ്പോ പിന്നെ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് ആലോചിച്ചപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് മുമ്പേ ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഒരു 2 വർഷത്തിനുള്ള ഒരു 10,000 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടണം, അതുപോലെ 10,000 ഫോളോവേഴ്സിനും ഇൻസ്റ്റാഗ്രാമിൽ കിട്ടണം. യൂട്യൂബ് മാത്രമാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിച്ച കാര്യം. പിന്നെ എന്തായാലും യൂട്യൂബിൽ വേണ്ടിയിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു തുടങ്ങിയത്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലാണ് ഭയങ്കരമായിട്ട് കത്തിക്കേറി പോയത് കേട്ടാ. ഞാൻ അത്ര ആഗ്രഹിച്ചോളൂ, 10,000 രൂപ വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം. കാര്യം ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ഒരു പരാതി ഇല്ലാതെ ചെയ്യുമെന്ന് വെച്ചാലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിങ്ങനെ ജോബ്ലെസ് ആയിട്ട് ഇരിക്കുമ്പോ എനിക്ക് എന്റെ നല്ല സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ നല്ല ടൈം നമ്മൾ കളയാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ മോനുണ്ടായതിനു ശേഷം ഞാൻ മുത്തൂറ്റിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ SBIയിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഫസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോളുണ്ടായി, പിന്നെ വീട് പണിയായി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഇപ്പൊ കുറെ നാൾ അങ്ങനെ ആയപ്പോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നി തുടങ്ങി. അപ്പോഴേ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായുള്ളൂ. പിന്നെ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ സ്വന്തമായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് മാത്രം നോക്കി നോക്ക് നിനക്ക് പറ്റുന്ന വെച്ചാൽ ചെയ്തോ, അങ്ങനെ ഒന്നിനും നോ പറയാത്ത ആൾക്കാരുണ്ട്. അവര് നമ്മുടെ ശരികൾക്ക് നോ പറയാത്ത ആൾക്കാര്. അപ്പോ നമ്മളിൽ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, അവര് സപ്പോർട്ട് തന്നെയായിരുന്നു. ചില ആൾക്കാര് കളിയാക്കലുണ്ടായിരുന്നു. അപ്പൊ ആ കളിയാക്കലോടുകൂടി എനിക്ക് എന്തോ ഒരു വാശിയായി എനിക്ക് യൂട്യൂബർ ആവണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 1 lakh സബ്സ്ക്രൈബർ ആയിട്ടുണ്ടാവും. ഇപ്പൊ 99K ആണ് സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഒരു 1000 പേരില്ല, ഒരു 600 500 പേരാണ് ഇനി സബ്സ്ക്രിപ്ഷൻ വേണ്ടു 1 lakh ആവാനായിട്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോട്ടാ. അപ്പൊ ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എനിക്ക് 1 lakh ആയിട്ടുണ്ടാവും. അതായത് പ്ലേ ബട്ടനുള്ള അർഹത എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യൊക്കെ വേണം. അപ്പൊ അതിന്റെ ടൈമിലായിരിക്കും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഞാൻ മുമ്പേ കൂട്ടി നിങ്ങളോട് താങ്ക്സ് പറയാണ്, എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്ര പെട്ടെന്ന് ഈ 2 വർഷം ഞാൻ ടൈമിങ് വെച്ചത് 10,000 സബ്സ്ക്രൈബേഴ്സ് വേണം എന്ന് ആഗ്രഹിച്ചിട്ടായി. ഇപ്പൊ 2 വർഷം കൂടി ആയിട്ടില്ല, 1.5 വർഷം കൊണ്ട് തന്നെ എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബർ ആക്കി തന്നതിന് നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അപ്പൊ എന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവങ്ങളും എനിക്ക് എന്റെ ആഗ്രഹങ്ങളും മാനിഫെസ്റ്റേഷൻ ഒക്കെ ആണെന്ന് പറയാം. എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് ഇത്രയും കൂടിയും ഞാൻ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്താണ് തോന്നിയത് എന്തുകൊണ്ട് നമുക്ക് ഈ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ യൂട്യൂബിൽ ഇട്ടുകൂടാ. അന്ന് അത് ഈസിയാണെന്നാ വിചാരിച്ചിരുന്നേ. ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എഡിറ്റിംഗ് ഉണ്ട്, തമ്പനെയിൽ ഉണ്ടാക്കണം, ഓരോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. പക്ഷെ എനിക്ക് അതിന് കുറച്ച് ടൈം കിട്ടി. ഒരു 4 വർഷം എനിക്ക്
അതിനെക്കുറിച്ച് ആലോചിക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ കിട്ടി. ഈ വീട് പണിതപ്പോ തന്നെ ഒരു 4-4.5 വർഷം എടുത്തു. അപ്പൊ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയ സമയം തൊട്ടേ വീഡിയോസ് എടുക്കലും എഡിറ്റ് ചെയ്യലും ഇടലും സ്റ്റാർട്ട് ചെയ്തു. എന്തോ ഞാനൊരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടാണോ, ഈ വീട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, അതിലെന്റെ സംസാരം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ സക്സസ് ആവാൻ പറ്റി. ഞാനൊരു 2 വർഷം കൊണ്ട് സക്സസ് ആവുമെന്ന് വിചാരിച്ചത് എനിക്കൊരു 3 മാസം കൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് ഇൻകം കിട്ടി തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് എന്റെ മോട്ടിവേഷൻ, എന്റെ സാഹചര്യങ്ങളും എന്റെ ഒരു എക്സ്പീരിയൻസും എന്നെ കളിയാക്കിയ ആൾക്കാരൊക്കെയാണ് എന്റെ മോട്ടിവേഷൻ ട്ടാ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. എപ്പോഴെങ്കിലും ലൈഫിൽ ബാഡ് ആയിട്ട് മീൻസ് ഫ്രണ്ട്സ് പറ്റിക്കുക, ഇല്ലെങ്കിൽ ആരേലും അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇൻസിഡൻസ് ഇല്ലാത്ത ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യശാലികളാണെന്ന് ഞാൻ പറയും. എന്താന്ന് വെച്ചാ എന്നെ പോലെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. എനിക്കത് പറയാൻ അത്ര താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാനൊരു ചോദിച്ച സ്ഥിതിക്ക് അതിനൊരു ആൻസർ എന്നുള്ള രീതിയിൽ പറയാം. എപ്പോഴെങ്കിലും ലൈഫിൽ ബാഡ് ആയിട്ട് മീൻസ് ഫ്രണ്ട്സ് പറ്റിക്കുക അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോന്ന്? ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് എനിക്ക് ഒരുപാട് സ്നേഹിക്കാൻ ഇഷ്ടമുള്ള ആളാ. അതിപ്പോ പാർട്ട്ണറെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല, ഫാമിലി മെമ്പേഴ്സിനെ ആയാലും ഫ്രണ്ട്സിനെ ആയാലും ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാ ഞാൻ. അതെന്റെ നെഗറ്റീവായിട്ടാ ഞാൻ പറയണേ കേട്ടാ, പോസിറ്റീവായിട്ടല്ല പറയണേ. നമ്മളാരും അപ്പാടെ അങ്ങോട്ട് വിശ്വസിക്കാനോ നമ്മുടെ സ്വന്തമാണെന്ന് കരുതാനോ പാടില്ല. ശരിക്കും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ അതിൽ അത്രയും വലിയൊരാളല്ല. മീൻസ് നമ്മൾ ആർക്കും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ആവണം. എപ്പോഴും പ്രയോറിറ്റി നമ്മളായിരിക്കണം. അത് അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഞാൻ കുറെ മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സർക്കിളിൽ, ഒരു ചെറിയ സർക്കിളുള്ളൂ എനിക്ക്. അതിനുള്ളിലുള്ള എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ, അവരെ മാത്രം ഞാൻ ഒരുപാട് ഉള്ളിലേക്ക് എടുക്കുന്നുള്ളൂ. ഇപ്പോ പുറത്തു നിന്നുള്ള ഔട്ട്സൈഡേഴ്സ് ആണ് ബാക്കി എല്ലാവരും എനിക്ക്. പിന്നെ ഒരു ഹായ് ബൈ ബന്ധാണ് മിക്ക ആൾക്കാരായിട്ട് ഇപ്പൊ ഉള്ളത്. അതായത് പണ്ട് ഒരുപാട് സ്നേഹിച്ച് സ്വന്തം എന്ന് കരുതി അത്ര ചങ്കായിട്ട് ജീവിച്ച പല ആൾക്കാരും ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇല്ല മീൻസ് കാണലും സംസാരിക്കലും ഒക്കെ ഉണ്ട് എല്ലാവരായിട്ട്. പക്ഷെ നമ്മുടെ മനസ്സിലില്ല. നമുക്ക് ഒരു പാഠം കിട്ടിയിട്ട് ഞാൻ പഠിച്ചൊന്നുമില്ല. കുറെ പാഠങ്ങൾ കിട്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ബന്ധം, എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർ ഒരു തെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക വേറെ ആൾക്കാരെ കൊണ്ട്, അങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് അവരോടുള്ള ഇഷ്ടം പെട്ടെന്ന് അങ്ങോട്ട് കളയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എനിക്ക് താല്പര്യമില്ല. അതൊന്നും പേഴ്സണൽ വിഷയങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയാണ്, അങ്ങനെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതിനായിരുന്നു കേട്ടോ. ചിലപ്പോ ഞാൻ ആ ഒരു റിലേഷൻസ് കീപ്പ് ചെയ്ത് തന്നെ അതില് വിഷമിച്ച്, അല്ലെങ്കിൽ അതില് തന്നെ ഇങ്ങനെ നിലനിന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കാണുന്ന ഹരിത ആവില്ലായിരുന്നു. അപ്പൊ കുറെ കൺട്രോളിങ്, കുറെ നെഗറ്റീവ്, ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാല്ലാതെ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഞാൻ വിശ്വസിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. ഓഫ് കോഴ്സ് നല്ലതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും, നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ അതൊന്നും ഇത്ര കാര്യമല്ല, എന്തെല്ലാം കാര്യങ്ങൾ ഇനി കിടക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. എന്താ പറയാ, അതിനെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. അതായത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഫാമിലിയിൽ തന്നെ. കുറെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. ഫാമിലിയിൽ എന്ന് വെച്ചാൽ എന്റെ ഫാമിലിയിലല്ല, ഞാൻ ഫാമിലി എന്ന് കരുതിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നല്ലോണം ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. നല്ല മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ ഒരുമിച്ച് പങ്കിട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരിൽ നിന്ന് എനിക്ക് ബാഡ് ഇത് കിട്ടിയിട്ടുണ്ട്. മോള് ചോദിച്ച പോലെ, ആരായിരുന്നു ചോദിച്ചത്? ആര്യ ചോദിച്ച പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആര്യ. അതേ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണതും, അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാലും ഞാൻ അത് ഒരുപാട് അവരായിട്ട് ഡിപ്പെൻഡന്റ് ആവാതിരിക്കാൻ പഠിച്ചു. നോ പറയില്ലായിരുന്നു, പക്ഷെ നോ പറയാൻ പഠിച്ചു. ഓരോരുത്തരും ഓരോ ലെവലിലും ഓരോരുത്തരെ എവിടെയൊക്കെ നിർത്തണമെന്ന് പഠിച്ചു.
പിന്നെന്താ, വേറൊരാളെ നമ്മളായിട്ട് വിഷമിപ്പിക്കരുത് എന്നുള്ളത് മനസ്സിലായി. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വേദനിപ്പിച്ചപ്പോ ഇപ്പോഴും എന്റെ മനസ്സിൽ എവിടെയോ ആ വേദന കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് ഒരാളെ വിഷമിപ്പിക്കരുത് എന്നുള്ള ഒരു തീരുമാനം എടുത്തു. പിന്നെ എനിക്ക് എന്റെ ഒരു വിശ്വാസം എന്താന്ന് വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ഞാൻ വിളിക്കുന്നത് ശിവൻ എന്നാണ്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് അങ്ങനെ വിളിച്ച് ശീലിച്ചത് കൊണ്ട് എന്റെ മനസ്സിൽ ആ ഒരു ശക്തി ശിവനാണ്. അപ്പം ആ ദൈവം എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അന്ന് എനിക്ക് അത്രയും സങ്കടങ്ങൾ തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബാഡ് ഫീലിങ്സ്, അതായത് ബാഡ് എക്സ്പീരിയൻസ്. എനിക്ക് മാത്രമല്ല, ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. സ്നേഹിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒക്കെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. സത്യമായിട്ടും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. പിന്നെ എനിക്കുണ്ട് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഈ മീഡിയ ഇതിലേക്ക് വന്നപ്പോ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എന്താ പറയാ, എന്റെ കൂടെ സ്കൂളിലും കോളേജിലും പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ കൂടാറുണ്ട്. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ കൂടാറുണ്ട്. അവരൊക്കെ എന്റെ ചങ്ക് ഫ്രണ്ട്സ് ആണ്. പേരെടുത്ത് പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പേര് ഇഷ്ടം പോലെ ഉണ്ട്. ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര വിഷമാവും. അത് ഇപ്പൊ നിലവില് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എല്ലാ കാര്യം പറയും. പക്ഷെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പണ്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇപ്പോ കുറെ സംഭവങ്ങൾ സംഭവിച്ചു എന്ന്. അവരോടൊക്കെ ഞാൻ ഒരുപാട് ഓപ്പൺ ആയിട്ട് എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു, നിങ്ങൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ മൂന്നാമത് ഒരാൾ അറിയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ഫ്രണ്ടായാലും ആരായാലും അറിയാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അത് നിങ്ങൾ തമ്മിൽ തീർക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ ഏറ്റവും അതിലെല്ലാം ഉപരി ഒരാളായിട്ട് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയാണ് എനിക്ക്. പിന്നെ എനിക്ക് എന്റെ മക്കളും എന്റെ ഹസ്ബൻഡും എന്റെ ഫാമിലിയും ആണ്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അല്ലാത്ത ഇപ്പൊ ഞാൻ വെറുക്കുന്ന ആൾക്കാരുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ആരോടും വെറുപ്പില്ല. എന്നോട് എന്ത് ചെയ്ത ആൾക്കാരാണേലും എല്ലാവർക്കും നല്ലത് വരുത്തണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. സത്യമായിട്ടും എനിക്ക് ആരോടും ഒരു വെറുപ്പില്ല. അത് എല്ലാവരും ഓരോരുത്തരുടെ ഓരോ സാഹചര്യങ്ങളായിരിക്കാം, ഓരോ എന്താ പറയാ ഹോർമോണൽ ബുദ്ധിമുട്ടുകളായിരിക്കാം. നമ്മളോട് ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് അങ്ങനെ വിചാരിച്ച് നമുക്ക് അങ്ങോട്ട് വിട്ടുകളയാം. നമ്മൾ എപ്പോഴാ തട്ടിപ്പോവാന്ന് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ എന്തിനാ നമ്മൾ ഓരോരുത്തരോട് ഒരു വിഷമവും ദേഷ്യവും വൈരാഗ്യം ഒക്കെ വെച്ചുകൊണ്ടിരിക്കണേ? നമുക്ക് അവരായിട്ടുള്ള ഒരു റിലേഷൻ ശരിയല്ല എന്ന് മനസ്സിലായി നമ്മൾ ഒരു ഇത്തിരി ഗ്യാപ്പ് ഇടുക. അല്ലാതെ അപ്പാടെ അവരെ അങ്ങോട്ട് ശപിക്കാനോ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ അവര് നന്നാവരുതെന്ന് പ്രാർത്ഥിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാനും നല്ല രീതിയിൽ ജീവിക്കണം. എന്റെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരും എന്റെ കൂടെയുള്ള ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ അവനോൻ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനുള്ള റിസൾട്ട് കിട്ടി ജീവിക്കണം. നല്ല രീതിയിൽ, അതായത് നന്നായി അധ്വാനിക്കുന്നവന് നല്ല ഫലം തന്നെ കിട്ടണം, നല്ല റിസൾട്ട് കിട്ടണം, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അങ്ങനെ ശത്രുക്കളായിട്ട് ഞാൻ ആരും എൻ്റെ മനസ്സിൽ ഒറ്റാളുമില്ല, എൻ്റെ മനസ്സിൽ ശത്രുക്കളായിട്ട്. പിന്നെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് എന്നും എൻ്റെ വീഡിയോസിന് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ കാണുമ്പോൾ സംസാരിക്കുന്ന അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, എന്താ ടീനേജ് പിള്ളേരുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടാ. പിന്നെന്താ, അത്ര തന്നെ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഞാനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ എന്റെ മക്കള്, എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട്സ്. ഒരാളായിട്ടില്ല കേട്ടാ. ഉണ്ടായിരുന്നു കേട്ടാ പണ്ട്, ഇല്ല ഇപ്പൊ ഇല്ല. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് ജോലിയും ഒക്കെ നോക്കുന്നുണ്ടോ? പോവാൻ താല്പര്യമുണ്ടോ? എന്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് MBA എടുക്കുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ജോലിയും ചെയ്തിട്ടുണ്ട്. ആഗ്രഹത്തിന് ഇഷ്ടംപോലെ നേരം ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഫീൽഡ് ഇതാണ്. എനിക്ക് ഇതില് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് താല്പര്യം. ഞാൻ എൻജോയ് ചെയ്താണ് ഓരോ വീഡിയോസ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ എനിക്ക് വേറൊരു ജോലി വേണമെന്ന് ഇപ്പൊ ഒരു ആഗ്രഹം തോന്നുന്നില്ല. എന്താ വെച്ചാൽ അത്യാവശ്യത്തിന് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലുപരി എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്, ഏണിങ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് എല്ലാവരിൽ നിന്നുള്ള സ്നേഹം നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയതുകൊണ്ട് പല ജോലികൾക്കും അത് കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് തന്നെ നിൽക്കാനാണ് താല്പര്യം കേട്ടാ. അപ്പോ 4 ചോദ്യം കഴിഞ്ഞു ആര്യയുടെ. ഇനി
പാരന്റിങ് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അത് പറയാൻ വെച്ചാൽ കുറെ ഉണ്ട്. പാരന്റിങ് എന്ന് വിചാരിച്ചാൽ എനിക്ക് കിട്ടിയ പാരന്റിങ്, അച്ഛനും അമ്മയും എന്റെ നല്ല ഫ്രണ്ട്ലി ആണ്, ഭയങ്കര കൂട്ടുകാരെ പോലെയാണ്, അധികം ഏജ് ഡിഫറൻസ് ഇല്ല ഞങ്ങൾ തമ്മിൽ. എന്റെ അമ്മയ്ക്ക് 19 വയസ്സുള്ളപ്പോഴാണ് എന്നെ പ്രസവിച്ചത്. അപ്പൊ ഞങ്ങൾ അത്ര ഡിഫറൻസ് ഉള്ളു. അപ്പൊ എന്റെ ചിന്തകളൊക്കെ ആയിട്ട് അവരെല്ലാവരും മാച്ചിങ് ആണ്. അച്ഛൻ മാത്രല്ല, വല്യച്ഛൻ, വല്യമ്മ, ചിറ്റമാര്, കുഞ്ഞച്ഛൻ, അമ്മാവൻ, എല്ലാവരായിട്ടും ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പാരന്റിങ് എന്ന് വെച്ചാൽ എനിക്ക് ആകെ കൂടി ഓർമ്മയിൽ വിഷമമുള്ളത്, എനിക്ക് കുറെ തല്ലുകൊണ്ടുണ്ട് അമ്മയുടെ നിന്ന്. അതിന് ഞാൻ അമ്മേനെ കുറ്റൊന്നും പറയില്ല. എന്താ വെച്ചാൽ അമ്മയുടെ പാരന്റിങ് അമ്മയ്ക്ക് കിട്ടിയ പാരന്റിങ് വളരെ മോശമായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ കുട്ടിക്കാലത്ത് കുറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡ്രോമ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴൊക്കെ ഒന്ന് കൺട്രോൾ കിട്ടില്ല. അപ്പൊ നമുക്ക് തല്ലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തെങ്കിലും എനിക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ തല്ലരുതെന്ന്. പക്ഷെ തല്ലണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, തല്ലിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല, തല്ലണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ എൻ്റെ കുട്ടികളെ തല്ലാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കണേ. ഇനി അങ്ങോട്ട് എനിക്ക് അങ്ങനെ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ തല്ലിയിട്ട് എനിക്ക് വിഷമമായിട്ട് ഞാൻ അന്ന് ഒടിച്ചു കളഞ്ഞതാണ് ഒരു ചൂരല്, നംശിവ് ചെറുതായിരിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അടിക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചീത്ത നല്ല മാതിരി ചീത്ത പറയും, കിട്ടുന്നുണ്ടെന്നൊക്കെ പറയും, പക്ഷെ കിട്ടല് കുറവാണ്. അങ്ങനെ നന്നായിട്ട് ചീത്ത പറയും കേട്ടോ. നമുക്ക് അതിൽ എനിക്കൊരു കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ മാക്സിമം ചീത്ത പറയാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാണ്ടിരിക്കാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ മക്കള് അങ്ങനെ പ്രശ്നക്കാരല്ല, ഭയങ്കര കുരുത്തക്കേടുള്ള കുട്ടികളല്ല. പക്ഷെ എല്ലാ കുട്ടികളുടെയും പോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല അശ്രദ്ധകളും എന്താ പറയാ ചെറിയ കുട്ടികളുടെ വികൃതികളും അങ്ങോട്ടും ഇങ്ങോട്ടും വായോണ്ട് പറഞ്ഞിട്ടുള്ള അടിയൊക്കെ ഉണ്ട്. അനിയത്തിയും ചേട്ടനും നമ്മള് വാക്കേറ്റുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുള്ള തല്ലൂട്ടൊക്കെ ഉണ്ട്. പിന്നെ അവർ തമ്മില് സ്നേഹമായിക്കോളും, അവര് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, പ്രശ്നമില്ല. അങ്ങനെ. അപ്പോ എനിക്ക് പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണെങ്കിൽ, ഒരു ഇത് തരാനാണെങ്കിലേ, മാക്സിമം അവരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, അവർക്ക് എന്ത് നമ്മളോട് പറയാൻ പറ്റണം. അതായത് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ കുട്ടിക്കാലത്ത്, ഇപ്പൊ ഒരു നോണയൊക്കെ അവർ പറയാൻ പേടിക്കുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ നോണ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് തെറ്റല്ല, തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്താലാ തെറ്റ് കേട്ടാ. അപ്പൊ അത് അമ്മോട് എന്തിനേലും ഒന്ന് പറയണം. സത്യം പറഞ്ഞാൽ മതി, അപ്പൊ അമ്മ തല്ലില്ല. നോണ പറഞ്ഞാലാണ് അമ്മയുടെ നിന്ന് പ്രശ്നമാവുക എന്നുള്ളത് അങ്ങനെ പറഞ്ഞാണ് ഞാൻ ശീലിച്ചേക്കണേ. പിന്നെ മാക്സിമം ഞാൻ പറയുന്നതെല്ലാം അങ്ങോട്ട് വാങ്ങിച്ചൊന്നും കൊടുക്കില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കുറെ ഒന്നും എന്താ പറയാ, അത്രയും ബുദ്ധിമുട്ടിയാണ് വളർന്നേക്കണേ അല്ലെ. അപ്പൊ അവരും ഇപ്പൊ അവർക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എങ്കിലും അവര് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവരത് ചെയ്താൽ മാത്രമാണ് അത് ഞാൻ സാധിച്ചു കൊടുക്കാറുള്ളത്. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാണ്ടാവാണ്. അങ്ങനെ വാശിയുള്ള കുട്ടികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണേ. അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ തരില്ല, അല്ലെങ്കിൽ അത് ഇനി തൊട്ട് വിലക്കുക, മനസ്സിലായോ? അല്ലാതെ ശിക്ഷിക്കാൻ നിൽക്കാതെ. ഇപ്പൊ ടിവിയിൽ ഒരു പർട്ടിക്കുലർ കാർട്ടൂണോ എന്തെങ്കിലും കാണുന്ന ഒരു കുട്ടിയാണ്, ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്, അവര് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തു, അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അടിക്കേണ്ട. അന്ന് തൊട്ട് ആ വീഡിയോ നിങ്ങൾ കാണില്ല, ആ കാർട്ടൂൺ കുട്ടി കാണില്ല എന്ന് പറയാൻ മാത്രല്ല പ്രവർത്തിക്കുക. അവനത് തിരുത്തി എന്ന് നമുക്ക് തോന്നുന്നത് വരെ പ്രവർത്തിക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ പാരന്റിങ്ങിൽ പറയാന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ കുറെ കാര്യങ്ങൾ അവരോട് പറയാ, നമ്മുടെ ചൈൽഡ് സമയത്തെ എക്സ്പീരിയൻസ് പറയാ. അവരുടെ ഇപ്പോഴത്തെ ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് പറയാണ്ടാവും, അതൊക്കെ കേട്ടിരിക്കുക. പിന്നെ അവരുടെ കൂടെ അവരുടെ കളികളെല്ലാം കളിക്കുക. അങ്ങനെ നമ്മൾ ഓരോ സംഭവങ്ങൾ സെലക്ട് ചെയ്ത് നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കുക. അവരെന്തെങ്കിലും കുക്ക് ചെയ്ത് തന്നാൽ അതിന് നല്ല മോട്ടിവേഷൻ കൊടുക്കുക. അവര് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് എനിക്കൊരു കാര്യം പാരന്റിങ്ങിൽ പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഫോണൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. ഇപ്പോഴത്തെ ലോകത്ത് ഏത് കുട്ടികളാ ഫോൺ എടുക്കാത്ത? അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മൾ വളർത്തണം, എന്റെ തെറ്റാണ്. നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി, എങ്ങനെയും മിണ്ടാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഫോൺ കൊടുക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കല്ലേന്ന്. ഞാനൊക്കെ ഇഷ്ടം പോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്റെ ജാനും നംശുവിനും ഒക്കെ കുഞ്ഞിതിലെ ഭക്ഷണം കഴിപ്പിക്കാനും കൊണ്ട് നടന്നും പിന്നാലെ ഓടിയും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പൊ ഫോൺ കണ്ട എടുത്തു നോക്കൂല്ല. യൂട്യൂബിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ടിവിയിൽ യൂട്യൂബ് കിട്ടും, അതിലാണെങ്കിൽ കൂടി അവർ കിഡ്സിന്റെ ഇപ്പൊ ടോം ആൻഡ് ജെറി അങ്ങനെ കുറച്ച് കാർട്ടൂൺസ് ഉണ്ട്, അത് അല്ലെങ്കിൽ മൂവീസ്, കിഡ്സ് മൂവീസ്, നമ്മുടെ പഴയ കാലത്തെ കോമഡി മൂവീസ്, ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാ കാണാം.
കുറെ സ്ക്രീൻ ടൈം കൊടുക്കണ്ട. TV ആണെങ്കിലും ഫോണായാലും ദൈവത്തെ ഓർത്ത് കൊടുക്കരുത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. ഇപ്പോ നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇതില്. ഇപ്പൊ ടെലഗ്രാമില് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയോ? എനിക്കതൊന്നും പറയാൻ പോലും ധൈര്യമില്ലാത്ത കാര്യങ്ങളാണ് നടക്കണത്. ടെലഗ്രാം ഗ്രൂപ്പുകളിൽ സ്വന്തം വീട്ടിലത്തെ കുട്ടികളാണ്, വലിയ ആൾക്കാരല്ല, സ്വന്തം വീട്ടിലെ കുട്ടികള് നമ്മുടെ വീട്ടിലെ തന്നെ സ്ത്രീകളുടെ അറിയാതെ വീഡിയോയും ഫോട്ടോയും, അത് ഇപ്പൊ ഹിഡൻ ക്യാമറ വെച്ച് എടുക്കണമെന്നല്ല, അപ്പൊ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നു, അപ്പൊ അവരെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. പൈസക്കാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ ഗെയിമിൽ അഡിക്ഷൻ ആയിട്ട് പൈസ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ പൈസ ഇതാക്കണ ഗെയിമുകളുണ്ട് കുറെയൊക്കെ. ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഗെയിമുകൾ അതൊക്കെ കുറെ ലീഗലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഇപ്പൊ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഞാനത് കുറെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാത്ത, നമ്മുടെ ഈ ജനറേഷൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഫോണിൽ കുട്ടികൾക്ക് കണ്ടുപിടിക്കാൻ. ഓരോ ജനറേഷൻ കഴിയും തോറും അറിവുകൾ കൂടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ഫോൺ എല്ലാം നോക്കുന്നതാണ്, നമുക്കറിയാൻ പറ്റുന്നു. പക്ഷെ അല്ല, നമ്മൾ കടക്കാത്ത ഒരു ഏരിയയിൽ അവർ തെറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്കത് കണ്ട് ആ തെറ്റിലേക്ക് അവർ പോകാൻ വേണ്ടി നമ്മൾ എന്തിനാ ഫോൺ കൊടുക്കുന്നത്? അവർക്കൊരു ബുദ്ധിയും വിവരമൊക്കെ ആയതിനു ശേഷം അവർക്ക് ഫോണൊക്കെ കൊടുക്കാം. മാക്സിമം കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രമിക്കുക. അവരെ എപ്പോഴും ഓടിക്കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ കൂടെ ഇടപഴകി സമയം ചെലവഴിക്കുക. അതിലൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. ഫോണിന്റെ ദുരുപയോഗങ്ങൾ, കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. അത് നമുക്ക് വേറെ ചെയ്യാം. അതൊക്കെയാണ് പാരന്റിങ്ങിൽ എനിക്ക് പറയാനുള്ളത് അനീഷ. പിന്നെ മെമ്പർഷിപ്പ് വീഡിയോസ് ആർ ദ ബെസ്റ്റ് വേ ടു ബിക്കം എ മില്ലിനിയർ, ബട്ട് യു ഹാവിന്റ് പോസ്റ്റഡ് എനി സിംഗിൾ വീഡിയോ ഇൻ മെമ്പർഷിപ്പ് വീഡിയോസ്, സബ്സ്ക്രിപ്ഷൻ, അതൊക്കെ ശരിയാണ്, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. പക്ഷെ എന്തിനാ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ എന്തായാലും ഒരു എമൗണ്ട് പേ ചെയ്ത് നെറ്റ് റീചാർജ് ചെയ്തിട്ടാണ് എന്തായാലും നിങ്ങൾ വീഡിയോസ് കാണണേ അല്ലെ? അപ്പൊ നിങ്ങളിൽ നിന്ന് ഒരു പൈസ പോകുന്നുണ്ട്. പിന്നെ എന്റെ വീഡിയോസ് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് കാണാൻ പാകത്തിന് ഞാനൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്ക് പേടിയാണ്. അല്ല, നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് നല്ല നല്ല സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഇടുന്നുണ്ട്, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ എനിക്കെന്തോ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ ഞാനിപ്പോ മനസ്സിൽ പോലും കരുതാത്ത ഒരു ഇത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇനി അങ്ങനെ കോടികൾ സമ്പാദിച്ചിട്ട് എനിക്ക് ആ പൈസ കൊണ്ടൊന്നും ചെയ്യാനില്ല. നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് മതി, അതിൽ കൂടുതൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. എനിക്ക് വേണ്ട ഒരു എമൗണ്ട് ഞാൻ നിശ്ചയിച്ചു വെച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് എന്തായാലും ഇനി അങ്ങനെ മില്യനെയർ ആവണം എന്ന് എനിക്ക് ആഗ്രഹം ഇല്ല. എനിക്ക് മില്യനെയർ ആവണ്ട. എനിക്ക് ആകെ കൂടി ഇനിയുള്ള ആഗ്രഹങ്ങൾ കുറച്ച് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു വലിയ ആഗ്രഹമുണ്ട്, അതവിടെ നിൽക്കട്ടെ. കുറച്ച് യാത്രകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് ഇതാ ഫസ്റ്റ് യാത്ര പോവാണ്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ആഗ്രഹങ്ങളുള്ളൂ. അതിനെനിക്ക് ഈ കിട്ടുന്ന ഇൻകൊക്കെ മതി. ഞാനും പ്രശാന്തനും സമ്പാദിക്കുന്നത് മതി. എനിക്ക് അല്ലാതെ എനിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുള്ള ഇൻകം ഇപ്പൊ എന്തായാലും നിലവില് എനിക്ക് അതിനോടൊരു ഇത് തോന്നിയിട്ടില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോ ഇതിലേക്ക് വരുത്തുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ ചെയ്യണവരൊക്കെ പൊട്ടാന്നല്ല ഞാൻ പറയണേ, അത് ഓരോരുത്തരുടെ സാഹചര്യമാണ്. ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണാൻ പാകത്തിനൊന്നും ഞാൻ ഇടുന്നില്ല. എല്ലാവരും എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റണ രീതിയിൽ പോസ്റ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. ഇനി കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഞാൻ കമന്റ്സിൽ വന്നതാണ്. ഇപ്പൊ ഇത് ഇത്ര എനിക്ക് Q&A വന്നിട്ടുള്ളൂ. അപ്പൊ ഇനി കമന്റ്സിൽ വന്നത് ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കിയിട്ട് പറയാട്ടാ. പിന്നെ മുടിയുടെ എന്റെ ഹെയർ ബൊട്ടോക്സ് ചെയ്ത എന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു, കുറെ പേര് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. എല്ലാവരുടെ അഭിപ്രായത്തിന് ഞാൻ മാനിക്കുന്നു. പക്ഷെ എനിക്ക് എന്തോ ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായിട്ടാ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നാ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഹെയർ ഫോളിന്റെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ ഹെയർ ഫോൾ ഒക്കെ എന്തായാലും സാധാരണ നമുക്ക് ഉള്ളത് പോലെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് വന്ന ഇത് പ്രൊമോഷൻസ് ചേച്ചി ചെയ്യാറുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാനുള്ള ആകെ കൂടിയുള്ള ഒരു വഴി പ്രൊമോഷൻസ് ആണ്.
യൂട്യൂബിലൊക്കെ ഞാൻ ഇടുന്ന പോലെ വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ ഇടാത്ത ആൾക്കാർ, അതായത് ഞാൻ ഇടുന്ന ഈ ഷോർട്സ് അല്ലേ, ചെറിയ ചെറിയ വീഡിയോസ് അല്ലേ, അതിനൊന്നും നമുക്ക് യൂട്യൂബിന് ഒരുപാട് പൈസ കിട്ടില്ല. പിന്നെ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വല്ല പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്നെ കാണണ്ട, ഈ ഫോൺ താഴ്ത്തിക്ക് ഇറങ്ങി ഇറങ്ങി പോവാം. അപ്പോ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഇൻകം കിട്ടുന്നത് ഇതിൽ നിന്ന്. അപ്പൊ പ്രൊമോഷൻസ് ഓഫ് കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻസ് ചേച്ചി ചെയ്യാത്ത ബ്രാൻഡുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു. പേരെടുത്ത് പറഞ്ഞാൽ അത് വിഷയമാവും. പിന്നെ എന്റെ വീഡിയോ അത്ര പേരുത്ത ആൾക്കാർ കാണാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ചെയ്യാത്ത, എനിക്ക് വന്നിട്ട് ഞാൻ ചെയ്യാത്തത് ഒരു ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ഒരു വയലറ്റ് ടൂത്ത് പേസ്റ്റ് തേച്ചിട്ട് വെളുക്കും എന്ന് പറയണത്. അത് വന്നപ്പോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ നിക്കോണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു പ്രൊമോഷൻ വരുമ്പോ ഫസ്റ്റ് ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ റിവ്യൂസും ഗൂഗിളിലും AI-ലും അടിച്ചു നോക്കും. എന്നിട്ട് എനിക്ക് അതില് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല, ഹാം ചെയ്യുന്ന സാധനമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രൊമോട്ട് ചെയ്യാൻ. മാത്രമല്ല അത് ഞാനും യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയാ, ഞാൻ എന്റെ റിവ്യൂ ആണ് പറയാ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഹെയർ ഓയിൽസ് ഒന്നും ഞാൻ ചെയ്യാത്തത്. എന്താണെന്നറിയോ, ഹെയർ സിറംസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് അതിന്റെ ഒക്കെ ചെയ്യാം. പക്ഷെ ഹെയർ ഓയിൽ ഞാൻ ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഹെയർ ഓയിൽ എപ്പോഴും നമ്മൾ കുറേ ലോങ് ടൈമിൽ യൂസ് ചെയ്താലാണ് അതിന്റെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അതിന്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന ഈ കാളന്നല്ലായുടെ എന്താ പറയാ, നീലബൃങ്കാതി ഓയിലാണ് കാലങ്ങളായിട്ട് ഞാനും എന്റെ ജാനും ഒക്കെ യൂസ് ചെയ്യുന്നതാ. പക്ഷെ ഷാംപൂസ് ഒക്കെ നമ്മൾ മാറി മാറിയൊക്കെ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ കുട്ടികളുടെ ഷാമ്പൂവിന്റെ വീഡിയോ ഇട്ടതൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാമ്പൂ ആണ്. പിന്നെ ഞാൻ സിറംസ് ഇടുന്നെങ്കിൽ സിറം ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ എല്ലാ പ്രൊഡക്റ്റും, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അത് യൂസ് ചെയ്ത് ഇനി എന്താ പറയാ, ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ റിവ്യൂസും മാക്സിമം നോക്കിയിട്ട് ആർക്കും ഉപദ്രവം ഇല്ലാത്ത നല്ല പ്രൊഡക്റ്റുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വീട്ടിലേക്ക് റോബിക്കുട്ടനെ കൊണ്ടുവന്നത് പറഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞു നിങ്ങൾ പൈസക്കാര് നിൽക്കാം. ഞാൻ പറയണത്, റോബോട്ടിക് വാക്യൂം ക്ലീനർ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമല്ല. അത്യാവശ്യം ഏരിയയുള്ള വീട്ടില് ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ശ്രദ്ധിക്കാൻ കഴിയില്ല, ഒരുപാട് ജോലികളുണ്ട്, വർക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അവർക്കൊക്കെ ഉപയോഗിക്കാം. നമ്മളിപ്പോ വീട് അടച്ചിട്ട് പോവാണ്, വീട് ആര് ക്ലീൻ ചെയ്യും, ആരെങ്കിലും ഏൽപ്പിക്കണം, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാ. ടൈം സെറ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യുമല്ലോ. പിന്നെ പൈസ അത്രയും മുടക്കം ഇല്ലാത്ത ആൾക്കാർക്ക് അത് വാങ്ങണ്ടെന്നാ ഞാൻ പറയുള്ളൂ കേട്ടാ. വേണ്ടവർ വാങ്ങുക, അത്രേ ഉള്ളൂ. നമ്മള് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എല്ലാവരും വാങ്ങണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിന്റെ ഏതൊരു പ്രൊമോഷൻ കണ്ടാലും ആ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസും റിവ്യൂവും നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അത് നോക്കിയിട്ടേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് വരുന്ന എല്ലാ പ്രൊഡക്റ്റിനും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. എനിക്ക് വന്നിരിക്കുന്ന കുറെ പ്രൊഡക്റ്റ് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് നിക്കോണിയുടെ ഹെയർ ഓയില്, ഈ ടാൻ റിമൂവിങ്, പിന്നെ ഞാൻ ഏതിന്റെയാണെന്നറിയോ, ടൂത്ത് പേസ്റ്റ്, പിന്നെ ഏതോ ഒരു സാധനം ഇതുപോലെ വന്നിട്ട് ഞാൻ ഗെയിമിംഗ് ആപ്പുകളുടെ കുറെ എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യില്ല. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഗർസോപ്പ് മാത്രല്ല വേറൊരു സോപ്പ് ഉണ്ട്, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വേറെ ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്, ഒരു പച്ചയും ചന്ദന കളറായിട്ട്. ഗർസോപ്പ് ഒരു കാപ്പി കളറും ചന്ദന കളറല്ല, അതിന്റെ തന്നെ വേറൊരു സാധനം ഉണ്ട്, ഐസൊലേഷൻ ഒരു സൈഡ് മറ്റേതൊരു സൈഡ് ആയിട്ടുള്ള. അതും എനിക്ക് വന്നത്, ഒരുപാട് പൈസ അവർ ഓഫർ ചെയ്തത്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ. പിന്നെ ഹോർലിക്സ്, ബോൺവിറ്റ അങ്ങനത്തെ സംഭവങ്ങളുടെ ഒന്നും വന്നാലും ഞാൻ എടുക്കാറില്ല. എനിക്ക് ഗ്രിറ്റ്സോട വന്നിട്ടുണ്ടായിരുന്നു. ഗ്രിറ്റ്സോ നല്ലതായിരിക്കാം ചിലപ്പോട്ടാ, പക്ഷെ ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അപ്പൊ അത് പൊട്ടയാണോ നല്ലതാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇത്ര നാള് കേടാവാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചേർക്കുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമല്ലേ, അപ്പൊ എന്റെ മക്കൾക്ക് കൊടുക്കില്ല ഞാൻ. അപ്പൊ ഞാൻ എങ്ങനെയാ അത് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഗ്രിറ്റ്സോയോ ഒന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പൊട്ടയായതുകൊണ്ടല്ല ഞാൻ പറയാണ്, പൊട്ടയാണോ നല്ലതാണോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അത് ചെയ്തില്ല. ഗ്രിറ്റ്സോയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അല്ലെ, വാഴയിലത്തെ പെൺകുട്ടി ചെയ്തിട്ടുണ്ട്, കുറെ പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ചെയ്യണില്ല എന്ന് പറഞ്ഞെന്തോ എനിക്കത് താല്പര്യമില്ല. അതായത് ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുക്കാത്ത ഒരു സാധനം ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഗ്രിറ്റ്സോ, നിക്കോണി, പിന്നെ എന്തൊക്കെയാ, ടാൻ റിമൂവ് ചെയ്യുന്ന ഈ സോപ്പ്, എനിക്ക് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു കേട്ടാ, ഒരാളല്ല. ഈ നിക്കോണിയുടെയും ഗർസോപ്പിനും ഇനി ഒരുപാട് ഏജൻസീസ്, ഒരുപാട് ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തു ചെയ്യാനായിട്ട്. അവരെനിക്ക് ഓഫർ ചെയ്ത പൈസ പറയണോ, ഞാൻ 20,000, 10,000, 15,000, 20,000 അങ്ങനെയൊക്കെ ഓഫർ ചെയ്ത ആൾക്കാരുണ്ട്. ഈ ഒരു സോപ്പിന്റെ വെറുതെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്.
പക്ഷെ എനിക്ക് അങ്ങനെ സമ്പാദിച്ച പൈസ എനിക്ക് എന്റെ ദേഹത്ത് പിടിക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ പ്രൊമോഷൻസ് ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല. പ്രൊമോഷൻസ് ഞാൻ ചെയ്യും. എന്താ വെച്ചാൽ എനിക്ക് ആ പ്രൊഡക്റ്റുകളൊക്കെ ആവശ്യമുണ്ട്. എനിക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതും കൂടിയാണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ പ്രൊമോഷൻ എനിക്ക് വരുമ്പോ അഫ്കോഴ്സ് ഞാൻ ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള സാധനമാണ്. ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന കാർട്ടിൽ ഇട്ട് വെച്ചേക്കുന്ന സാധനമായിരിക്കും. അപ്പൊ ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. പ്രൊമോഷൻ ചെയ്യില്ല എന്ന് ഞാൻ പറയണില്ല. എന്റെ പ്രൊഫൈൽ നോക്കി ഇഷ്ടം പോലെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. പക്ഷെ നല്ല പ്രൊഡക്റ്റുകളുടെ മാത്രമേ ചെയ്യുള്ളൂ. അത് എനിക്ക് മാക്സിമം ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്. എഐയിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം അല്ലെ, ജെമിനിയില് ജെമിനി അല്ലേ എഐയിൽ നമുക്ക് സെർച്ച് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെയുണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ആപ്പില്ലേ, ഇത്ര രൂപ ഇട്ടാ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 200 രൂപയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ 300 ഇടും, അപ്പൊ നമുക്ക് 600 കിട്ടും. പിന്നെ നമ്മൾ 2000 രൂപ ഇടും, അപ്പൊ നമുക്ക് 4000 കിട്ടും. പിന്നെ നമ്മൾ ഒരു 10000 രൂപ അങ്ങോട്ട് ഇടും, അത് മൊത്തം അങ്ങോട്ട് പോകും. അങ്ങനത്തെ ആപ്പുകളുണ്ട്. അതിന്റെയൊക്കെ കുറെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടുണ്ടായി. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടാ. ഒക്കെ കുട്ടികളെയൊക്കെ വല്ലാണ്ട് ഇതാക്കണ സാധനമാണ് ഗെയിമിംഗ് ഒക്കെ. അതൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ചെയ്യില്ല എന്നാണ് എന്റെ തീരുമാനം. പിന്നെ വന്നത് ഇത് പിന്നെ ജോലിയുടെ അതെനിക്ക് നല്ലതാണോ പൊട്ടയാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെയ്യാത്ത കാരണം കൊണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഇപ്പൊ വർക്ക് ഫ്രം ഹോമുകൾ കുറെ ഉണ്ട്. ചിലപ്പോ നല്ലതായിരിക്കും, എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ എനിക്കതില് നമ്മൾ ചെയ്യാത്ത കാരണം നിങ്ങളത് ചെയ്യൂന്ന് റെഫർ ചെയ്യാൻ എനിക്ക് പറ്റണില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നെ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ്, അതായത് ഗെയിമിംഗ് ആപ്പുകള് പ്രൊമോട്ട് ചെയ്ത കുറെ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതില് അവര് പറയുന്നത് കണ്ടോ, ഞാൻ ഈ വീട് വെച്ചത് പിന്നെ വേറെ ഉണ്ട്. നമ്മുടെ മീറ്റ് ആൻഡ് മെറി ഇല്ലേ, അവരൊക്കെ എയറിലായൊരു സംഭവം ഉണ്ട്. അതെനിക്ക് വന്നിട്ടുണ്ടായി. ജോഷ് ടോക്ക്, അതിൽ കുറെ സെലിബ്രിറ്റീസ് ചെയ്തിട്ടുണ്ട്. ജ്യോതിഷം ഒരു ആപ്പ് വഴി ചെയ്യുന്നത്. സത്യം പറഞ്ഞ എനിക്ക് ജ്യോതിഷത്തിൽ തന്നെ വിശ്വാസമില്ല. അപ്പൊ ഞാൻ എങ്ങനെയാ അത് ചെയ്യാ? എനിക്ക് ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞ എനിക്ക് ചിരി വന്നു. അവരും എനിക്ക് നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്തു. ഇതുപോലെ തന്നെ എനിക്ക് നിക്കോണിയൊക്കെ ഓഫർ ചെയ്ത പോലെ തന്നെ എമൗണ്ട് എനിക്ക് ഓഫർ ചെയ്തു. പക്ഷെ ഞാൻ ചെയ്തില്ല കേട്ടോ. എനിക്കത് എന്തോ അതൊന്നും എത്തിക്കലായിട്ട് തോന്നിയില്ല. അതായത് എങ്ങനെ ഒരു ആപ്പിന് നമ്മുടെ ഭാവി പറയാൻ പറ്റുക? എനിക്കതിൽ വിശ്വാസമില്ല. ജ്യോതിഷത്തിലാണെങ്കിലും എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വാസമില്ല. പിന്നെ ചില കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വരുമ്പോ അത് എങ്ങനെയാ ശരിയായെന്ന് ഒരു ചിന്ത വരും എന്നല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. ഒരാൾക്ക് ഒരു കൂടോത്രം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഒരു വഴിപാട് ചെയ്തിട്ട് നമുക്ക് കിട്ടാത്തൊരു സാധനം കിട്ടുന്നോ, അങ്ങനെ എനിക്കില്ല. എന്റെ ഒരു വിശ്വാസം കർമ്മയിലാണ്. നമ്മൾ ചെയ്യുന്നതിന് എന്തായാലും നമ്മൾ അനുഭവിക്കും. അത് നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും നമ്മൾ അനുഭവിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വീട് കാണുമ്പോൾ കുറെ പേര് ഇതുപോലെ വീട് വെക്കണം എന്ന് പറയണു, ഇതുപോലെ ജീവിക്കാൻ എന്തൊരു ലക്കിയാണെന്ന് പറയണു. അത് ലക്കല്ല, നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. കുറെ നാൾ നമ്മൾ അനുഭവിച്ച വിഷമങ്ങള്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ അറ്റ് ലാസ്റ്റ് കിട്ടിയ റിസൾട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പുറകിലുണ്ടായ ഹാർഡ് വർക്കുകളും വിഷമങ്ങളും ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ആരും അങ്ങനെ ഒരു കുട്ടിക്ക് ലക്കുള്ളതുകൊണ്ടാണ് എന്ന് പറയാതിരിക്കുക. അവരെ ഹാർഡ് വർക്കും കൂടിയാണ് അത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ചോദ്യങ്ങള്. പിന്നെയുള്ള ചോദ്യങ്ങള് ഇപ്പൊ ഒരു വീഡിയോ എടുത്തിട്ട് അതിന്റെ കമന്റ് സെക്ഷൻ അങ്ങോട്ട് നോക്കാം. പിന്നെ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പച്ച സാരിയില്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? സാരി ഡ്രൈപ്പിംഗ് വീഡിയോ വേണമെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് എന്തോ ഇങ്ങനെ വയറൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോഴേ ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോ ഭാവിയിൽ ശരിയാവും, ചെയ്യുമായിരിക്കും ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള കംഫർട്ട് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തോ അങ്ങനെ ബോഡി പാർട്സ് കാണിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോ ബൈ ചാൻസ് ഇതിൽ എവിടെയെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെന്താ ചോദിക്കാറുള്ള ചോദ്യങ്ങള്? ഹെയർ ബൊട്ടോക്സിന് ശേഷം എനിക്ക് ഓക്കെയാണ് കേട്ടാ. എനിക്ക് ഹെയർ ബൊട്ടോക്സ് ചെയ്തിട്ട് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടമാണ്. സോറി, എന്റെ സൗണ്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഹെയർ ബൊട്ടോക്സിന്റെ റേറ്റ് ചോദിച്ചിരുന്നു. എനിക്കായ റേറ്റ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പിന്നെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയാം. അത് അവൾ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് റേറ്റ് ആയിരിക്കില്ലല്ലോ. എനിക്ക് എന്തായാലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നില്ല. ഈ ഒരു സ്റ്റാർട്ടിങ് 5000 ഇത്രയൊക്കെ മുടിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് 5000 അവിടെ നിന്നോട്ട് നമ്മുടെ മുടിയുടെ ലെങ്ത്തും വിഡ്ത്തും നോക്കിയിട്ടാണ് അവര് റേറ്റ് ഫിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീട് പണിത് പ്രശാന്തനാണ്.
പ്രശാന്ത് ഏട്ടൻ ഒരു എഞ്ചിനീയർ ആണ്, വീടെല്ലാം പണിത് ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടാ. സ്വസ്തി ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അതിൽ ചേട്ടൻ റീസെന്റ് ആയിട്ട് ചെയ്ത കുറച്ച് വർക്കുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഹോം ടൂർ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്. ഇവിടെ ആണെങ്കിലും അച്ഛൻ, അമ്മ, അനിയൻ, വൈഫ്, അവര് തറവാട്ടില്. പിന്നെ ഞങ്ങൾ ഇവിടെ ചേട്ടൻ, ഞാൻ, 2 പിള്ളേര്. പിന്നെ പണ്ടത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ എന്താണ് ഡിഫറൻസ് വന്നേക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലെനിക്ക് പറയാനുള്ളത് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതേപോലെ തന്നെ, പക്ഷെ ഞാൻ കൂടുതൽ സ്കിൻ കെയർ ശ്രദ്ധിച്ചു തുടങ്ങി, കൂടുതൽ എന്നെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് എല്ലാവർക്കും വേണ്ടി എന്തൊക്കെയോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്, എന്റെ പേരൻസിന് എനിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോ. പിന്നെന്താ, ഹാപ്പിയാണ് ഇപ്പൊ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, വേറെ ഒന്നിനെയും കുറിച്ച് ബോധേഡല്ല, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മാറ്റങ്ങൾ ഇതൊക്കെയാണ്. പുറത്തിറങ്ങുമ്പോ കുറെ ആൾക്കാർ സ്നേഹത്തോടു കൂടി വന്ന് ഒരുപാട് സംസാരിക്കും, എന്നെ ഒരുപാട് അറിയുന്നത് പോലെ. അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കമന്റ്സ്, ഞാൻ എല്ലാ കമന്റ്സും മാക്സിമം നോക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കമന്റ്സ് ഒക്കെ വിട്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ലൈവ് വരാനും പറ്റണില്ല, അതൊക്കെ എനിക്ക് വിഷമമുണ്ട്. അപ്പം കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിച്ച ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്ന, അതൊന്നും എനിക്ക് വരുന്നില്ല എന്നല്ല, നെഗറ്റീവ് കമന്റ്സ് ഇടാൻ വേണ്ടി ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് എനിക്ക് എന്നല്ല, ആർക്കും വരുന്ന കുറച്ച് ആൾക്കാർ, അവരെ ഒഴിച്ചാൽ ബാക്കി എനിക്ക് ഫുൾ പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളൂ. മറ്റൊരു പിന്നെ എല്ലാവരും ചൊറിയായിരിക്കുന്ന ആൾക്കാരാ, അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. സാരില്ല ചേട്ടാ, എല്ലാം ശരിയാവും, എന്താ ചെയ്യാ. പിന്നെ ആ സൂയിക്കും കുശുമ്പിനൊന്നും മരുന്നില്ലല്ലോ, അപ്പൊ അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സാരില്ല, എല്ലാം ശരിയാവൂട്ടാ, അത്രയും മറുപടി കൊടുക്കാറുള്ളൂ. എനിക്ക് സത്യമായിട്ടും അവരെ കമന്റ്സ് വായിച്ചിട്ട് വിഷമം തോന്നാറില്ല. പിന്നെ വൾഗർ മെസ്സേജസ് വരാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വൾഗർ മെസ്സേജസ് 1, 2 ഒക്കെ വന്നിട്ടുണ്ട്. അവന്മാർക്കൊക്കെ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിൽ കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരാറുള്ള ക്വസ്റ്റ്യൻസ്, ഞാൻ ഇതിനു വേണ്ടി ഇരിക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനും പറ്റുന്നില്ല. അപ്പൊ ഇന്ന് ഇത്രയും മതി. ഇനിയുള്ള ക്വസ്റ്റ്യൻസ്, ഇനി ബാലൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത ഒരു റിപ്ലൈ ആയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഇടാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോസിന്റെ താഴെ ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു Q&A വീണ്ടും ഇടാം. ബാക്കി ഇനി ഏതെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കോട്ടയത്ത് പോട്ടയ്ക്ക് പോയി എന്ന് പറയുന്നത് എന്തിട്ടാന്ന് ചോദിക്കാറുണ്ട്. പോട്ട എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്റെ വീട് പോട്ടയിലാണ്, ഹരിത നഗറില്, കൈലാസം. അപ്പൊ അതാണ് പോട്ടയ്ക്ക് പോയി എന്ന് പറയാറ്, ചാലക്കുടിക്ക് അടുത്താണ്. പിന്നെ നമ്മുടെ ഈ വീട് തൃശ്ശൂർ നെല്ലായി ആണ്. പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാരിയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെന്താ, അത്രയൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ജിമ്മിൽ പോണത് ഞാൻ ആഴ്ചയിൽ 3 ദിവസമൊക്കെയാണ് പോവാൻ നോക്കാറ്. പക്ഷെ ഇപ്പൊ ഓണത്തിന്റെ കുറച്ചധികം സാരികളുടെ വീഡിയോസ്, അങ്ങനെ ഓണം റിലേറ്റഡ് വീഡിയോസ് കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചായപ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ജിമ്മിൽ പോയിട്ടില്ല ഞാൻ. അപ്പൊ നമുക്ക് ഈ പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഒന്നിരുന്ന് സംസാരിക്കാം. അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. എല്ലാവരും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല. എന്നിട്ടും എനിക്ക് ഇത്രയധികം ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമന്റ്സും ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോയിലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഇത്ര അധികം സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ, നല്ലത് കണ്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഇപ്പോഴും നല്ല ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അതെനിക്ക് ബോധ്യമായി. ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഐ ഫീൽ വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ പറയുമ്പോൾ. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലെത്തിന്ന്. ഇപ്പോഴും ഈ വീഡിയോക്ക് വന്ന് കുറെ പേര് പറയും, നീ ആരാ, നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണ്ടാവും. പക്ഷെ എനിക്ക് ഈ 1 ലക്ഷം എന്ന് പറയണ ഈ 1 ലക്ഷം ആൾക്കാരുണ്ടല്ലോ, എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന. ഇൻസ്റ്റയിൽ ഓൾറെഡി 1 ലക്ഷം കഴിഞ്ഞു, 1.19 എങ്ങാണ്ടായി. പക്ഷെ യൂട്യൂബാണ് എനിക്ക് മെയിൻ പ്ലാറ്റ്ഫോം. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിലെനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്, അയ്യോ, ഞാൻ കുറെ മനസ്സിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇവിടെയാണ് ഞാൻ കിടക്കുക.
ഇവിടെ കിടക്കുമ്പോ നേരെ ഓപ്പോസിറ്റ് ഈ വാളിൽ എനിക്ക് എന്റെ പ്ലേ ബട്ടൺ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അത് ഇപ്പോഴൊന്നും അല്ല കേട്ടാ, ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാൻ യൂട്യൂബർ ആണ് എന്നുള്ളൊരു അംഗീകാരമായിട്ട് കരുതാനായിട്ട്, എനിക്ക് ബോധ്യമാവാനായിട്ട് ഒരു പ്ലേ ബട്ടൺ വേണം. ഞാൻ ഇവിടെ നിന്ന് കണ്ണ് തുറന്ന് നേരെ കാണുന്നത് ആ പ്ലേ ബട്ടൺ ആയിരിക്കണം. അതെന്റെ കുറെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹം, അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പൊ ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ആര് പറയുന്നതും കേൾക്കണ്ട. ഇവിടെ നല്ല മഴയാണ്, എന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. സാധിക്കൂട്ടാ, നിങ്ങളെ കൊണ്ട് എല്ലാവരും കൊണ്ട് സാധിക്കും. അതെ, നമുക്ക് അറിയാത്തൊരു ശക്തി ഉണ്ട് നമ്മുടെ ഉള്ളില്. അത് നിങ്ങൾക്ക് ഇതെങ്ങനെയെങ്കിൽ പറഞ്ഞു തരണ്ടേന്ന് അറിയണില്ല. നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. ഞാൻ പറയാം, ഞാനത് എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും വളരെ ചെറിയൊരു ലെവലിലാണ് ഞാൻ എത്തിയിട്ടുള്ളൂ. അത് ഞാൻ അഹങ്കരിക്കുകയല്ല, ഞാൻ വലിയ ആളായി എന്ന് പറയല്ല. ഞാൻ ഈ ലെവൽ എനിക്ക് ഭയങ്കര വലുതാണ്. ഇതില് മുകളിൽ പോയ ആൾക്കാർ വിചാരിക്കും ഇവള് എന്തിട്ടൊക്കെ പറയണേ, ഇവള് ആരാ, ഇവള് എന്തായിട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഈ ഒരു ലെവലിൽ തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോ ഞാൻ സ്വപ്നം കണ്ട ആ പ്ലേ ബട്ടൺ ഇവിടെ വെക്കും ഞാൻ, അത് വരും, അതിന്റെ അടുത്തെത്തി ഞാൻ. അപ്പൊ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ ഇതിന് എന്താ പറയാ, ക്ലിപ്പ് ഇടേണ്ടി വരും. എന്റെ സംസാരം നോൺ സ്റ്റോപ്പിംഗ് ആണ്. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സി യു. പിന്നെ അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ടും സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കുക. ഓണം ഇല്ലാത്ത ആൾക്കാരെ, അടുത്ത് പുറത്തുള്ള ആൾക്കാര്, നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കുക. അപ്പൊ ഹാപ്പി ഓണം. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ നിങ്ങളുടെ ഹരി, സൈനിങ് ഓഫ്. എന്തൊക്കെയോ പറയുന്നു ഞാൻ അല്ലേ. ടാറ്റ, ബൈ ബൈ, സി യു.